നമ്മൾ സ്വയം നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ മാനസികാവസ്ഥയെ വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം ഒരിക്കലും നെഗറ്റീവായിട്ട് കാണാൻ പാടില്ല. പരാജയങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. സ്വയം ഒരിക്കലും നെഗറ്റീവായിട്ട് കാണാൻ പാടില്ല. അതുപോലെ എപ്പോഴും കൃതജ്ഞതയോടെ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. നമുക്ക് ചുറ്റിനും നടക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. നമുക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ഓരോ സിറ്റുവേഷൻസും ഓരോ കാര്യങ്ങളും നമുക്ക് വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. ദിവസേന വൈകിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് ഞാൻ എന്തിലൊക്കെ താങ്ക്ഫുൾ ആയിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ ലഭിച്ചു, ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു ബുക്കിൽ എഴുതിയിടുന്നത് നല്ലതായിരിക്കും. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അപ്പോൾ നമുക്ക് ഓർമ്മ വരും. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കൊണ്ടുവരും. നിത്യജീവിതത്തിലെ തിരക്കിൽ നിന്നും ബിസി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും വല്ലപ്പോഴുമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മടുത്തു എന്ന് തോന്നുമ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുന്നതും നമുക്ക് നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരും. നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്നവരെ മാത്രം നമ്മളുടെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. നമ്മുടെ വാല്യൂ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അവരോടെങ്കിലും നമുക്ക് നമ്മുടെ വിഷമം, സ്ട്രെസ്, ടെൻഷന് എല്ലാം തുറന്നു പറയാൻ പറ്റുമെങ്കിൽ അത് വളരെ ചേഞ്ചസ് മാനസികമായിട്ട് കൊണ്ടുവരും. നല്ല ഒരു മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയായിട്ടുള്ള ഉറക്കം. രാത്രിയിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും കറക്റ്റായിട്ട് ഉറക്കം ലഭിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയെ അത് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് റെഗുലറായിട്ട് ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് രാവിലെ എഴുന്നേക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. രാത്രിയിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ TV, മൊബൈല് ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച് സ്ക്രീൻ ടൈം എല്ലാം ഒഴിവാക്കി ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരുന്നതിന് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രശ്നങ്ങളോ പിരിമുറുക്കങ്ങളോ സമ്മർദ്ദങ്ങളോ ഇല്ലാത്ത ആരുമേ ഇല്ല. എല്ലാവർക്കും അവനവൻ്റെതായ രീതിയിൽ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വയം ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. സ്വന്തം പിരിമുറുക്കം കളയാനായിട്ട് മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുന്നതും നന്നായിരിക്കും. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റും നമ്മുടെ മാനസികാവസ്ഥയെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ മിനറൽസ്, വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണക്രമങ്ങളാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ വരും. ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അഭാവം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിനും